ഈ പാക്കറ്റ് ഫുൾ എന്റെ കൊറിയൻ ഐറ്റംസ് ആണ് കേട്ടോ. ഇതില് ഒട്ടുമിക്ക സാധനങ്ങളും എന്തിനാ ഉപയോഗിക്കുന്നത് പോലും എനിക്കറിയില്ല. ആകാംക്ഷയുടെ പുറത്ത് മേടിച്ചതാണ്. ഇത് രണ്ടുമാണ് ഇതിന്റെ അകത്തുണ്ട്. ഇത് മിക്സ് ചെയ്തടിക്കുന്ന സാധനമാണെന്ന് എനിക്കറിയില്ല. ആയിരിക്കാം. ഇതിനെ പറ്റി വിശദമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം 2 വീതം ഉണ്ട് കേട്ടോ. കൊറിയക്കാർ ഇതൊക്കെ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. ഇത് വന്നിട്ട് ഞാൻ വലിയ ആധികാരികമായിട്ട് വായിക്കാനൊക്കെ എടുക്കുന്നുണ്ട്. വായിക്കാനൊന്നും പറ്റുന്നില്ല, കൊറിയൻ ലാംഗ്വേജ് ആണ്. ക്ലെൻസിങ് ഫോം ആണ് കേട്ടോ ഇത്. അതിൻ്റെ ഉള്ളിൽ വേറെ എന്തുണ്ട്? ഇത് ഫേസ് സിറം ആണ് കേട്ടോ. ഇത് എന്തിനുള്ളതാണെന്ന് എനിക്കറിയില്ല. അതിന് നമ്മൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വേണം പറയാൻ. ഇതില് കൊടുത്തേക്കുന്നത് മൈൽഡ് പീലിംഗ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സ്കിൻ ഫെയർ ആവുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോ തോല് പൊളിഞ്ഞു വന്നിട്ടാണോ ഫെയർ ആവുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇതെനിക്ക് ഉപയോഗിച്ച് നോക്കാൻ കുറച്ചൊരു പേടിയാണ്. ഇതിലും ട്രാവൽ ഫ്രണ്ട്ലി ഉണ്ട് കേട്ടോ. ഇതിലും 2 ഉണ്ട്. ഇതും ഇത് 2 ഒന്നല്ലേ? ഇത് 2 ഒന്നാണ് സുഹൃത്തുക്കളെ, ഒന്നാണ്. ഇത് അന്നേ എനിക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേണ്ട, നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ നോക്കാന്ന്. ഇപ്പൊ ഇത് തീർന്ന സമയത്ത് ഞാൻ ഇപ്പൊ നൈക്കിന്ന് റീഫിൽ ചെയ്തതേ ഉള്ളൂ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ നിന്നും കൂടെ ഒരെണ്ണം എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇതിന്റെ സൺസ്ക്രീൻ ഇഷ്ടപ്പെട്ടു. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ നല്ലതാണ്. ഇതാ കണ്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞൊരു 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. 3 മാസത്തിന് മുമ്പ് ഈ ഞാൻ കൊറിയയിൽ പോയിരുന്നു. ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അന്ന് കൊറിയയിൽ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പറഞ്ഞു വിടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് കൊറിയൻ പ്രോഡക്ട്സും കൂടെ പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാവോ, എനിക്ക് യൂസ് ചെയ്ത് നോക്കണം, വ്ളോഗ് ചെയ്യണം, ഒരുപാട് പരിപാടികളുണ്ട്, റിവ്യൂ പറയണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടതുപോലെ കൊറിയ പോയിട്ട് വന്നപ്പോഴേക്കും എനിക്ക് കുറേ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നു. അതില് ഒരു 3 പ്രോഡക്റ്റ് ഞാൻ പൊട്ടിച്ചു. 1 ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ബാക്കി 2 ഞാൻ യൂസ് ചെയ്തു. അതിന്റെ 2ന്റെ റിവ്യൂ ഞാൻ പറയാം. ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ അന്നൊരാഗ്രഹം പെട്ടെന്ന് എന്താ പറയാ വന്നപ്പോ കൊറിയ വന്നപ്പോ എനിക്ക് അത് കാണാനായിരുന്നു കൂടുതൽ. ഇത് എന്തേ സാധനം ചോദിച്ചിട്ട് അത് പെട്ടിന്നെടുത്ത് അത് അപ്പം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. അന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്, പിന്നെ ഓപ്പൺ ചെയ്തിട്ടുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് അതേ കവറിലാക്കി വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് ഇന്ന് കൊറിയയിലെ പ്രോഡക്റ്റുകളൊക്കെ പൊട്ടിച്ചു നോക്കാം. ഒറിജിനൽ കൊറിയൻ പ്രോഡക്റ്റ് നല്ല ചൂടോടെ കൊറിയയിൽ നിന്ന് ചുട്ടെടുത്ത് മേടിച്ചതുപോലെ ചുട്ടെടുത്ത് അപ്പം പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ പാക്കറ്റ് ഫുൾ എന്റെ കൊറിയൻ ഐറ്റംസ് ആണ് കേട്ടോ. ഇതില് ഒട്ടുമിക്ക സാധനങ്ങളും എന്തിനാ ഉപയോഗിക്കുന്നത് പോലും എനിക്കറിയില്ല. ആകാംക്ഷയുടെ പുറത്ത് മേടിച്ചതാണ്. ഇന്ന് നമ്മൾ ഇരുന്ന് ഒരുമിച്ച് അൺബോക്സ് ചെയ്യുന്നു. എന്നിട്ട് ഗൂഗിളിൽ നോക്കി കണ്ടുപിടിക്കണം എന്തൊക്കെയാണ് ഏതൊക്കെയാന്ന്. ചിലതൊക്കെ എനിക്കറിയാം, ഓൾറെഡി അറിയാന്നുള്ള സാധനങ്ങളായിരുന്നു. ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു 3D ക്രീമാണ്. കണ്ടോ, ഇതിന്റെ പേര് പോലും എനിക്ക് വായിക്കാൻ അറിയില്ല. ഇവിടെ അനന്തും ബാലും കൂടെ എടുത്ത് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തലകയറാത്ത പേരായതുകൊണ്ട് പിന്നെ കഷ്ടപ്പെട്ട് പഠിക്കാൻ നിന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു 3D ലിഫ്റ്റിംഗ് ക്രീം എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയോ എന്തോ ഒരു റീല് കണ്ടൊരു ഓർമ്മയുണ്ട്. ഈ സ്കിന്ന് സാഗിങ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഈ ക്രീം ഇട്ട് ഡെയിലി മസാജ് ചെയ്തിട്ട് നമ്മൾ മസാജിങ് ടൂൾസ് അല്ലേ, അത് വെച്ചിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ല, ഏതൊരു റീല് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് അതായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് 2 ഇതിന്റെ അകത്തുണ്ട്. ഇത് മിക്സ് ചെയ്തടിക്കുന്ന സാധനമാണെന്ന് എനിക്കറിയില്ല. ആയിരിക്കാം. ഇതിനെ പറ്റി വിശദമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് തുറന്നു നോക്കട്ടെ. ഇങ്ങനത്തെ ഒരു ക്രീമാണ്. അതും അതിന്റെ കൂട്ടത്തില് ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഒരു ക്യാപ്പായിട്ട് കൊടുത്തിട്ടില്ല. അല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ സ്റ്റിക്കർ പോലത്തെ റൈറ്റാ. ഞാനിപ്പോ എന്തായാലും വെറുതെ പൊട്ടിച്ചതിനെ നശിപ്പിക്കുന്നില്ല. ഇത് നമുക്ക് ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ച് പഠിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിന്റെ റിവ്യൂ പറയും. ഇനി നമ്മുടെ സെക്കൻഡ് മൺഡേ ഈ പ്രോഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് ഞാൻ വലിയ ആധികാരികമായിട്ട് വായിക്കാനൊക്കെ എടുക്കുന്നുണ്ട്. വായിക്കാനൊന്നും പറ്റുന്നില്ല, കൊറിയൻ ലാംഗ്വേജ് ആണ്. ക്ലെൻസിങ്
ക്ലെൻസിങ് ഫോം ആണ് കേട്ടോ ഇത്. എല്ലാം 2 വീതം ഉണ്ട് കേട്ടോ. കൊറിയക്കാർ ഇതൊക്കെ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലെൻസിങ് ഫോം. ഇതും 2 ക്ലെൻസിങ് ഫോം തന്നെയാണ്. ഒന്ന് വലുതും ഒന്നൊരു കുട്ടി സാഷ പാക്ക് പോലത്തെ ഒരു സാധനമാണ്. ഒരു 40 ml-ന്റെയും 160 ml-ന്റെ ആണ്. ഇതും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ഒരു ഐഡിയ ഇല്ല എന്താന്നുള്ളത്. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാം. ഇതിൽ കൊടുത്തേക്കുന്നത് ഒരു കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക, അത് ജസ്റ്റ് ഒന്ന് വാട്ടറുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകാനാണ് കൊടുത്തേക്കുന്നത്. ഇതില് മങ്ബീന്റെ എസൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലെ എല്ലാ ഇംപ്യൂരിറ്റീസും അതുപോലെ ഈവൻ ഭയങ്കര ചെറിയ പൊടി പോലും നമ്മുടെ മുഖത്തിരിക്കുവാണെങ്കിൽ ഫുള്ള് പോയിട്ട് ഫേസ് ഭയങ്കര ക്ലിയർ ആകുമെന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതൊരു ഫെയർനെസ് സംഭവങ്ങളൊന്നും അല്ല, ക്ലെൻസിങ് ആണ്. ഫേസ് കംപ്ലീറ്റ്ലി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, ലൈക്ക് വൃത്തിയാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മുടെ അടുത്ത ഐറ്റം ഇതാണ്. ഇത് ഡോക്ടർ ജി ബ്രൈറ്റനിങ് പീലിംഗ് ജെല്ലാണ് കേട്ടോ. ഈ പാക്കറ്റിനുള്ളിൽ 2 ഉണ്ട്. 2 സെയിം സാധനം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ക്വാണ്ടിറ്റിയുടെ വ്യത്യാസം ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതും കൂടെ നമുക്ക് തുറന്നു നോക്കാവേ. ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന ഇതാട്ടോ. പക്ഷെ ഈ ഡോക്ടർ ജി എന്നുള്ള ബ്രാൻഡ് എവിടെയോ കേട്ടൊരു ഓർമ്മ. ഈ ഗൂഗിളിൽ എങ്ങാണ്ട് കൊറിയൻ സ്കിൻ ബ്രാൻഡ് എന്നൊക്കെ എപ്പോഴൊക്കെയോ ചെയ്ത് നോക്കിയ സമയത്ത് എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ട്. ഡോക്ടർ ജി ബ്രൈറ്റനിങ് പീലിംഗ് ജെല്ലാണ്. ഡെർമ പീലിംഗ് സൊല്യൂഷൻ ഫോർ സെൻസിറ്റീവ് സ്കിൻ ആണ്. ഇതും സെൻസിറ്റീവ് ആണ് കേട്ടോ. ഇതില് കൊടുത്തേക്കുന്നത് മൈൽഡ് പീലിംഗ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സ്കിൻ ഫെയർ ആവുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോ തോല് പൊളിഞ്ഞു വന്നിട്ടാണോ ഫെയർ ആവുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇതെനിക്ക് ഉപയോഗിച്ച് നോക്കാൻ കുറച്ചൊരു പേടിയുണ്ട്. എനിക്ക് പൊതുവെ ഈ പീലിംഗ് ഐറ്റംസിനോട് വലിയ താല്പര്യമില്ല. ഇപ്പൊ നമ്മുടെ പീലിംഗ് മാസ്ക് ആണെങ്കിലും ഈ വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന മാസ്ക് ഞാൻ യൂസ് ചെയ്യാൻ എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്ക് അല്ലാത്ത പീലിംഗ് മാസ്കിനോട് വലിയ താല്പര്യമില്ല. എന്നാലും കൊറിയയിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട്, കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് വന്നതായതുകൊണ്ട് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊന്ന് തുറന്നു നോക്കാം അല്ലേ. ഇതിന്റെ ഉള്ളിൽ സീലിംഗ് ഉണ്ട്. ഇതൊരു വൈറ്റ്, മിൽക്കി വൈറ്റ് കളറാട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്മെല്ലും ഒന്നുമില്ല, ഒരു വികാരമില്ല. ഇത് നമുക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ ഞാൻ പറയും. അടുത്ത സാധനം ഇതാണ്. ഇതൊരു സൂത്തിങ് ക്രീമാണ് കേട്ടോ. ഇതിന്റെ ഉപയോഗം ഇംഗ്ലീഷിൽ ഒരിടത്തും കൊടുത്തിട്ടില്ല. ഇല്ല, ഇത് ഫുള്ള് കൊറിയൻ ലാംഗ്വേജ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആഹാ, ഇതിന്റെ ഉള്ളിൽ 3 ഐറ്റംസ് ഉണ്ട്. വീഗൻ പ്രോഡക്റ്റ് ആണ്, റീസൈക്കിൾഡ് ട്യൂബ് ആണ്. ഇത് എന്താണ് സാധനം എന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല. ഇത് ക്ലെൻസിങ് ബാം ആണോ, മോയ്സ്ചറൈസർ ആണോ, സൺസ്ക്രീൻ ആണോ, ഒന്നും അറിയില്ല. ഇതിന്റെ കൂട്ടത്തിൽ 2 ഐറ്റം കൂടി ഉണ്ട്, അത് ഒരെണ്ണം എടുക്കാം. ഇത് ഇതിന്റെ കുട്ടി. ഇത് എല്ലാ പാക്കറ്റിലും 2 വീതം ഉണ്ട് കേട്ടോ. ഇതെന്തോ ഫേസ് സിറം ആണെന്ന് തോന്നുന്നു. സംതിങ് എന്തോ ബ്രൈറ്റനിങ് ആ കൊടുത്തേക്കുന്നത്. എനിക്കൊരു പിടിയില്ല എന്താന്നുള്ളത്. ഇതിന്റെ ഉള്ളിൽ വേറെ എന്തോ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഉള്ളിൽ വേറെ എന്തോ ഉണ്ട്. ഇത് ഫേസ് സിറം ആണ് കേട്ടോ. ഇത് എന്തിനുള്ളതാണെന്ന് എനിക്കറിയില്ല. അതിന് നമ്മൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വേണം പറയാൻ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് പൊട്ടിക്കേണ്ടി വന്നില്ല, ഓൾറെഡി ഇതിങ്ങനെ ഇളകി ഇരിപ്പുണ്ടായിരുന്നു. ഇതിന്ന് ഇതേ സ്പാച്ചില ഉണ്ട്, ഒരു ഇച്ചിരി എടുത്ത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. സംഭവം മോയ്സ്ചറൈസർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു, അങ്ങനെ എന്താ പറയണ്ടേനെ, ഭയങ്കര എന്താ പറയാ, നമ്മുടെ സ്കിന്നെ ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുന്ന ഒരു സാധനം പോലെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. വാട്ടർ ബേസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു മണവും കേട്ടോ. കൊള്ളാൻ തോന്നുന്നു. നോക്കാവേ, ഇതും ഉപയോഗിച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഈ ഫേസ് സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ആയിരിക്കാം ഈ ക്രീം ഇടേണ്ടത്. ഇതിനെപ്പറ്റിയും ആധികാരികമായിട്ടൊന്നും അറിയാത്തതുകൊണ്ട് എല്ലാം ഒരു ഈ ആലോചിച്ച് കൂട്ടി സ്വയം ചികിത്സിക്കുന്നതിന്റെ കൂട്ടി ഞാൻ പറയുവാണ്. ഇതിലും ട്രാവൽ ഫ്രണ്ട്ലി ഉണ്ട് കേട്ടോ. ഇതിലും 2 ഉണ്ട്. ഇതും ഇത് 2 ഒന്നല്ലേ? ഇത് 2 ഒന്നാണ് സുഹൃത്തുക്കളെ, ഒന്നാണ്. ഇതും വെറുതെ കാശ് കൊടുത്ത് 3 മേടിച്ചു, ഇതും കാശ് കൊടുത്ത് 2 മേടിച്ചു.
ഇതെന്താ ഇതിന്റെ വ്യത്യാസം? ഇത് സംഭവം തന്നെയാ കേട്ടോ, നമ്മുടെ ഡ്രൈ സ്കിൻ മാറാനുള്ളതാന്ന് തോന്നുന്നു. ബാക്കിൽ കൊടുത്തേക്കുന്ന ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇതന്നെ ഇതും ഡ്രൈ സ്കിന്നിന്റെ തന്നെയാ. നമ്മുടെ സ്കിന്നിന് ഡീപ്പ് ലെയറിലേക്ക് വാട്ടർ എത്തിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇതെല്ലാം മോയ്സ്ചറൈസറാ, വെറുതെ കാശെടുത്ത് മോയ്സ്ചറൈസർ മേടിച്ച് കിടക്കും. അതും 2 വീതം കണ്ടോ. ഇത് നമുക്ക് തുറന്നു വെക്കാം. നേരത്തെ സെയിം ഐറ്റം തന്നെയാണെന്ന് അറിയാമല്ലോ. അല്ല, ഇത് നേരത്തെ സെയിം ഐറ്റം അല്ല, രണ്ടും വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, നേരത്തെ ഭയങ്കര വാട്ടർ ബേസ്ഡ് ആയിരുന്നു, ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാധനം പോലെ. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് ക്രീം പോലെ എനിക്ക് തോന്നി. പക്ഷെ ഇതൊരു മിൽക്കി വൈറ്റ് ആണ്. ഇത് നോക്കട്ടെ എന്തോന്ന്. രണ്ടും സ്മെല്ലൊക്കെ സെയിം തന്നെയാണ്, ബ്രാൻഡ് ഒന്നാണ്. എനിക്ക് തോന്നുന്നു രണ്ട് സ്കിൻ ടൈപ്പിനുള്ളതായിരിക്കാം മേ ബി, എന്താന്നൊരു പിടിയില്ല. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഗ്ലോ ലുക്ക് ഉണ്ട് കണ്ടോ. ഇനി അടുത്ത ഐറ്റം ഇതാണ്. ഇതെന്നായിരുന്നു? ഇത് ക്ലീൻ ബ്യൂട്ടിയുടെ ഡാർക്ക് സർക്കിൾസ്, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് ഇടാനുള്ള അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. ഇതിലും 2 ഉണ്ടാവാനാണ് സാധ്യത. നമുക്ക് തുറന്നു നോക്കാവേ. അല്ല, 3 ഉണ്ട് ഇതിന്റെ ഉള്ളില്. ഇതൊരെണ്ണം, ഇതൊരെണ്ണം, വലുതൊരെണ്ണം കണ്ടോ. കൊള്ളാല്ലേ സംഭവം? നമ്മുടെയൊക്കെ നാട്ടിൽ ഒരെണ്ണല്ലേ കിട്ടുള്ളൂ മേടിക്കുമ്പോ. ഇത് പിന്നെ 3നും കൂടെ ചേർത്തിട്ടുള്ള കാശ് മേടിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ പാക്കേജിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലെമൺ യെല്ലോയും ഭയങ്കര ലൈറ്റ് ഉള്ള ഒരു പിസ്ത ഗ്രീൻ്റെയും കോമ്പിനേഷൻ കൊടുത്തിട്ട് കണ്ടോ. ഇഷ്ടപ്പെട്ടെ. ഭയങ്കര ക്യൂട്ടാണ് നേരിട്ടാണ്. വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, നേരിട്ടാണ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇത് നോക്കട്ടെ. ഓക്കെ, ഇതും ഒരു വൈറ്റ് ക്രീം ബേസ് ആണ്. പക്ഷെ ഇത് കുറച്ച് തിക്കാണ് കേട്ടോ. നമ്മൾ അണ്ടർ ഐയിൽ ഇടുമ്പോൾ രാത്രി തിരിഞ്ഞാലും പിരിഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് തിക്കാണ്. ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യേണ്ടി വരും തോന്നുന്നു. ഇവരുടെ ഈ കൊറിയൻ പ്രോഡക്റ്റ് ഒന്നും വലിയ സ്മെല്ലൊന്നുമില്ല. അതായത് നമ്മുടെ ചില പ്രോഡക്റ്റുകൾ കുറച്ച് ഒരു രൂക്ഷഗന്ധമായിരിക്കും, ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ചിലത് ഭയങ്കര മണമായിരിക്കും. ഭയങ്കര മണമുള്ളത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഈ തുറന്നു നോക്കിയതിന് ഒന്നിനും പ്രത്യേകിച്ച് അങ്ങനെ ഒരു മണവും ഇല്ല. നമുക്കങ്ങനെ ഇട്ടിട്ടുണ്ട്, കയ്യിൽ ആ ഒരു സ്മെല്ലൊന്നും ഫീൽ ചെയ്യുന്നില്ല കണ്ടോ. ഇതും 3 ഉണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോൾ പമ്പ് ടൈപ്പാണ് വരുന്നത്. ഇത് നമ്മുടെ കുഞ്ഞ് നോബ് പോലെ വന്നിട്ടുള്ള കുഞ്ഞു പാക്കിങ്ങിന്. ഓക്കെ, ഇനി അടുത്ത സാധനം നോക്കാം. അടുത്തത് വന്നിട്ട് ഇത് നമ്മുടെ കൊറിയൻ ഫൗണ്ടേഷൻ ആണ്. ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു ഫൗണ്ടേഷൻ എടുത്തിട്ട് വരാൻ. ഇത് അന്ന് എനിക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വെച്ചാൽ വേണ്ട, നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ നോക്കാം. ഇതിന്റെ ഷെയ്ഡ് ഭയങ്കര റിച്ച് ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ. ഇതെന്റെ സ്കിൻ ടോൺ ആയിരിക്കോ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഒരു ഇച്ചിരി എടുത്ത് നോക്കാവേ. ഇത് കുറച്ച് ഭയങ്കര ഓവർ വൈറ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇല്ലേ നമ്മുടെ ഉള്ള ഏതെങ്കിലും ഡാർക്ക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടിട്ടാൽ ചിലപ്പം ശരിയാകുമായിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സിംഗിൾ ഡ്രോപ്പ് എടുത്തിട്ടേ ഉള്ളൂ. ഭയങ്കര കവറേജ് ഉണ്ട് കേട്ടോ അതിന്. ആ ഒരു ഭാഗത്തെ സ്കിൻ കംപ്ലീറ്റ്ലി മറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി കേട്ടോ, നല്ല കവറേജ് ഉണ്ട്. എൻ്റെ അമ്മ ഭയങ്കര ഫിനിഷിങ് നോക്ക്. ഇന്ന് വൈകുന്നേരം പുറത്തു പോകുമ്പോൾ ഇതിട്ടിട്ട് വേണം പോകാൻ. ഇത് അടിപൊളിയാ കേട്ടോ, ഇഷ്ടമായി എനിക്ക്. ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്ത് ഈ സെയിം ഫൗണ്ടേഷന്റെ മാറ്റ് ഫിനിഷും ഉണ്ടായിരുന്നു, ഗ്ലോ ഫിനിഷും ഉണ്ടായിരുന്നു. ഞാൻ ഗ്ലോ ഫിനിഷ് നോക്കി എടുക്കാൻ പറഞ്ഞത് ഗ്ലോ ഫിനിഷ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. മാറ്റ് ഫിനിഷിന്റെ ഒരു ലുക്ക് ഇല്ല ഇതിന്. ഒരു സിംഗിൾ ഡ്രോപ്പ് മതിയായിരിക്കും തോന്നുന്നു എനിക്ക് ഫേസ് ഫുൾ ആയിട്ടൊന്ന് കവർ ചെയ്ത് വരാൻ. ഇതും വീഗൻ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും അവിടെ വീഗൻ ആണെന്ന് തോന്നുന്നു. എസ്പയർ എന്നെങ്ങാണ്ടാണ് ഈ ബ്രാൻഡിന്റെ പേര്. അതിന്റെ കൂട്ടത്തിൽ ഒരു കൺസീലറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കിൽ കവർ എയർഫിറ്റ് കൺസീലറാണ്, ക്ലിയോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ. ഇത് കണ്ടോ, ഇതും കൂടെ ഒന്ന് ഇട്ട് നോക്കാം.
ഇത് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. നല്ല ഹൈ കവറേജ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വെയിനിന്റെ മേലെയാണ് അത് അപ്ലൈ ചെയ്തത്. നല്ല കവറേജ് ഉണ്ട്. ഈ ഫൗണ്ടേഷൻ ഞാൻ ഒരു ദിവസം പുറത്തിട്ടോണ്ട് പോകും. ഇട്ടോണ്ട് പോയി കഴിഞ്ഞിട്ട് വെയിലത്ത് എങ്ങനെയുണ്ട്, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുമ്പോൾ പോകുന്നുണ്ടോ, കവറേജ് കിട്ടുന്നുണ്ടോ, ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്കാണോ എന്താന്നുള്ളത് ഞാൻ റിവ്യൂ പറയും. എനിക്കിത് കണ്ടിട്ട് അടിപൊളിയാണ് സാധനം എന്ന് തോന്നുന്നുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ബ്രാൻഡ് നമ്മുടെ ബ്യൂട്ടി ഓഫ് ജോസന്റെ സൺസ്ക്രീൻ ഞാൻ പറഞ്ഞിരുന്നു. ഓൾറെഡി ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഇപ്പൊ ഇത് തീർന്ന സമയത്ത് ഞാൻ ഇപ്പൊ നൈക്കിന്ന് റീഫിൽ ചെയ്തതേ ഉള്ളൂ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ നിന്നും കൂടെ ഒരെണ്ണം എടുക്കണമെന്ന് പറഞ്ഞിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇതിന്റെ സൺസ്ക്രീൻ ഇഷ്ടപ്പെട്ടു. കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ നല്ലതാണ്. ഇതാ കണ്ടോ, ബ്യൂട്ടി ഓഫ് ജോസന്റെ സൺസ്ക്രീൻ. ഇതിനെപ്പറ്റി ഞാൻ അധികം പറയണ്ടായിരിക്കും, ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഫേസറും ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് മാറാനുള്ളതുണ്ട്, അതുപോലെ വേറെ എന്തൊക്കെയുണ്ട്, കുറെ സാധനങ്ങളുണ്ട് ഇതിന്റെ. ഞാനിതിന്റെ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനും അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസും മാറാനുള്ളതാണ്. ഈ ഡാർക്ക് സർക്കിളിനുള്ള ക്രീമും എനിക്ക് ഈ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഞാൻ ഒരു 1-2 പൊട്ടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിലിത് പൊട്ടിച്ചായിരുന്നു. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാല് എനിക്ക് കണ്ണിന് ചുറ്റിനും കറുപ്പില്ല. അതുകൊണ്ട് എനിക്കിത് വർക്കിംഗ് ആണോ റിസൾട്ട് ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. പിന്നെ എന്തിനു ഞാനത് ഉപയോഗിക്കുന്നു ചോദിച്ചാൽ ഭാവിയിൽ വരാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കിടന്നോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഒരു മസ്റ്റ് ട്രൈ ആണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാര്യം എനിക്ക് ഉപയോഗിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. പക്ഷെ ഇത് ഉപയോഗിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഭാവിയിൽ എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പോഴേ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ കൊറിയൻ ബ്രാൻഡിന്റെ ലിപ് ബാം ആണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നൈക്കിലൊക്കെ സുഖമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇതും ഞാൻ നൈക്കിന്ന് സ്ഥിരം മേടിക്കുന്നത്. ഇതൊരു ലൈറ്റ് ഒരു ബേബി പിങ്ക് കളറാണിത്. ഇത് നല്ല കേട്ടോ. ഇത് ഭയങ്കര ഒരു സ്റ്റിക്കി ഫീൽ ഒന്നും ഇല്ല. ഈ ചുണ്ട് തമ്മിൽ കൂട്ടിമുട്ടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംഭവമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണെന്നൊന്നും പറയാനില്ല. ഒരു 5 hours ഒക്കെ നിൽക്കുമായിരിക്കും. അതിൽ കൂടുതലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നീട് അത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ റീഫിൽ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അടുത്ത ഐറ്റം ഇതെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിൻ. ഇതും കൊണ്ടുവന്ന പാക്കറ്റ് ഓൾറെഡി ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ പാക്കറ്റിൽ ഉള്ളതുകൊണ്ട് ഞാനത് പൊട്ടിച്ചു. അതിപ്പോൾ യൂസ് ചെയ്ത ഇത്ര ആയിട്ടുണ്ട്, ഇനി ഇത്രയും കൂടെ ബാക്കിയുണ്ട്. ഇതിന്റെയും റിവ്യൂ ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എനിക്ക് ഇത് ഇട്ടത് കൊണ്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഇതിട്ടുകൊണ്ട് ബ്രൈറ്റ് ആയിട്ടില്ല, ഇതിട്ടുകൊണ്ട് സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര എന്താ പറയാ ഫുൾ ടൈം ഗ്ലോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് വർക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് ഇന്നിട്ടിട്ട് കിടന്നു വെച്ചോ, നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒരു ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരാഴ്ചകളോളം നീണ്ടു നിൽക്കുന്നതല്ല. നമ്മളിപ്പോ ഓരോ ആഴ്ച ഈ സാധനം ഉപയോഗിച്ചില്ലെങ്കിൽ അത് ബാക്ക് ടു നോർമൽ, ബാക്ക് ടു നമ്മുടെ പണ്ടത്തെ സ്കിൻ തന്നെയാവും. അതുകൊണ്ട് ഭയങ്കരമായൊരു ഗെയിം ചേഞ്ചർ എന്നൊന്നും എനിക്ക് പറയാനില്ല. പക്ഷെ നമ്മൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നതിന്റെ തൊട്ട് എനിക്കിത് ഇഷ്ടമാണ്. ഞാനിത് പറ്റുമ്പോഴൊക്കെ ഡെയിലി ഇടാറുണ്ട്. ഇടുന്ന ദിവസങ്ങളിൽ രാവിലെ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു സന്തോഷം എനിക്കിത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ഇത് ഉപയോഗിച്ചതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര വെളുത്ത് ഗ്ലോ ഒന്നും ആയിട്ടില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാനത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ ഐറ്റം ഞാൻ പൊട്ടിച്ച് നോക്കിയാണ് കേട്ടോ. എൻ്റെ ഫേസിൽ പൊതുവെ കുറച്ച് ബ്ലമിഷസ് ഇച്ചിരി കൂടുതലുള്ള ഒരു സ്കിൻ ടൈപ്പ് ആണ് എനിക്ക്. ഈ കവളുടെ ഇവിടെയും ഈ താടിയിലും ഈ കവളിലൊക്കെ ഉണ്ട്. എനിക്ക് ബേസിക്കലി അത് ഇഷ്ടമല്ല. അപ്പൊ ബ്ലമിഷസ് മാറാനുള്ള എന്തെങ്കിലും സിറം എനിക്ക് കൊണ്ടുവരണേന്ന് പറഞ്ഞ സമയത്ത് എനിക്കിത് കൊറിയന്ന് മേടിച്ചിട്ട് വന്നതാണ്. വന്നിട്ട് ഞാനിത് ഒരാഴ്ച ഉപയോഗിക്കുകയും ചെയ്തു. ഒരാഴ്ച ഉപയോഗിച്ചപ്പോൾ എനിക്ക് ബ്ലമിഷസ് കുറച്ച് കൂടിയോന്ന് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ ചോദിച്ചു, സാധാരണ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ ബ്ലഷും ബ്ലമിഷസും കുറച്ച് ഇഷ്ടമുള്ളതാണ്, ഇനിയിപ്പം ഇത് ബ്ലമിഷ് കൂടാനുള്ള എന്തെങ്കിലും സാധനമാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ എന്നോട് ഈശാന് പറഞ്ഞു, ഇനിയിപ്പോ അത് കൂടാനുള്ളതാണോ എന്ന് എന്നോട് തിരിച്ചിങ്ങനെ ചോദ്യം ചോദിച്ചപ്പോ പിന്നെ ഇത് ഉപയോഗിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ അധികം ഉപയോഗിച്ചിട്ടുമില്ല. ഒരു ഒന്നോ രണ്ടല്ല ഒരാഴ്ചയില് രാവിലെ രാത്രിയായിട്ട് 2 നേരം വീതം ഇട്ടിട്ട് ഇത്ര കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ബോട്ടിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. എങ്ങനെ ബ്ലമിഷസ് വരാനുള്ളതായിരിക്കില്ലായിരിക്കും, മാറാനുള്ളത് തന്നെ ആയിരിക്കും. എന്തായാലും ഇത് എനിക്ക് ഒന്നും കൂടെ പരീക്ഷിക്കണം എന്നുണ്ട്. ഒരാഴ്ചയും കൂടെ ഞാൻ ഈ സാധനം ഇട്ട് നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ പറയും. ഓക്കെ, അപ്പം ഇത്രയും ഐറ്റംസ് ആണ് എനിക്ക് കൊറിയന്ന് ഈ ചായ വന്നപ്പോൾ കൊണ്ടുവന്നത്. നിങ്ങളുടെ കൂടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ഈ വ്ളോഗ് ഇന്നിവിടെ തീർക്കാണ്.
ഇനി ഇതിന്റെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ പറയാം, എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കൊറിയൻ പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഷോപ്സ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് വിശദമായിട്ടൊന്ന് പഠിച്ചിട്ട് അത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.